അഭ്യർത്ഥന ബ്രൂണൈ അനുഭാവപൂർവ്വം പരിഗണിച്ചു വരികയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അഹമ്മദ് പറഞ്ഞു. ബ്രൂണൈ സുൽത്താനെ സന്ദർശിച്ചതിനു ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഹമ്മദ്. ഇസ്താന നൂറുൽ ഈമാൻ എന്നറിയപ്പെടുന്ന രാജകൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ LD റാൾട്ടെയും മന്ത്രി അഹമ്മദിനൊപ്പമുണ്ടായിരുന്നു. 2008 ഇന്ത്യ സന്ദർശിച്ച ബ്രൂണൈ സുൽത്താൻ ഇന്ത്യയും ബ്രൂണൈയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുക്കമാണെന്ന് അറിയിച്ചതായി അഹമ്മദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബ്രൂണൈയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നോർത്ത് ഈസ്റ്റ് പോളിസിയുടെ ഒരു ഭാഗമാണ്. ഈ ആസിയാൻ രാജ്യങ്ങളിൽ ബ്രൂണൈ അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ബന്ധം എന്നും ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിനുള്ള ഇന്ത്യയുടെ അപേക്ഷ പരിഗണനയിലാണ്. ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് പല ഏരിയകൾക്കും അവർ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് അത് കഴിയുമ്പോഴൊക്കെ പുതിയ ഈ പരിഗണനയിൽ ഇന്ത്യക്കുള്ള യഥാർത്ഥ പരിഗണന നൽകുമെന്ന് സുൽത്താൻ അറിയിക്കുകയും ചെയ്തു. ബ്രൂണൈയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള ഹാജ മസ്നയെയും അഹമ്മദ് സന്ദർശിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ച ഉപകരിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ബ്രൂണൈയിലെ ഇന്ത്യൻ സമൂഹം കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തു. ബ്രൂണൈയിൽ നിന്ന് മാങ്ങാട് രത്നാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബ്രൂണൈ ദാറുസലാമിലെ മലയാളികൾ ഓണാഘോഷ പരിപാടികൾ ഒരുക്കി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അഹമ്മദ് ആയിരുന്നു വിശിഷ്ടാതിഥി. 1000-ഓളം മലയാളികൾ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തു. 4000-ഓളം മലയാളികൾ ജോലി ചെയ്യുന്ന ബ്രൂണൈയിൽ ഓണം വൈകിയാണ് എത്തിയത്. റമദാൻ വ്രതമാസം അവസാനിക്കും വരെ മലയാളികൾ കാത്തുനിന്നു. പൂക്കളം, മാവേലിയുടെ സന്ദർശനം, പുലികളി, പ്രതീകാത്മകമായ വള്ളംകളി, നൃത്തം, മിമിക്രി എന്നിവ കൂടാതെ ഒപ്പനയും മതസാഹോദര്യത്തിന്റെ സന്ദേശവുമായി ഓണാഘോഷ പരിപാടികളിൽ നിറഞ്ഞു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PS സുഗതൻ കവിതയിലൂടെയാണ് വിശിഷ്ടാതിഥികളെയും സദസ്സിനെയും സ്വാഗതം ചെയ്തത്. ആസ്വദിച്ചിടുക ഇന്നിനി അങ്ങോട്ട് ആട്ടവും പാട്ടും കലയും അനവധി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അഹമ്മദ് ആയിരുന്നു വിശിഷ്ടാതിഥി. എനിക്ക് മലയാളികളോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ ഭാഷയെ വിസ്മരിച്ചു പോകരുത്, നമ്മുടെ സംസ്കാരത്തെ വിസ്മരിച്ചു പോകരുത്. ബ്രൂണൈയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ LD റാൾട്ടെയും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. ലീന രമേഷിന്റെ നേതൃത്വത്തിലുള്ള നൃത്തനൃത്യങ്ങളും മിലി സന്തോഷിന്റെ അർദ്ധശാസ്ത്രീയ നൃത്തവും ആസ്വാദകരുടെ മനം കവർന്നു. വർഗീസ് പൗലോസ് രചിച്ച കണ്വാശ്രമം എന്ന ഹാസ്യനാടകം സദസ്സിൽ ചിരി പടർത്തി. ശിഹാബും ഇബ്രാഹിമും ഒരുക്കിയ ഒപ്പനയും ജയകൃഷ്ണൻ ഒരുക്കിയ വള്ളംകളിയും ശ്രദ്ധേയമായി. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് ആഘോഷ പരിപാടികൾ അവസാനിച്ചത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള കൊച്ചു രാജ്യമായ ബ്രൂണൈ ഓണത്തെ കൂടി ഉൾക്കൊണ്ട് ഒരു ദിവസത്തേക്ക് ഒരു കൊച്ചു കേരളമായി മാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, ബ്രൂണൈ.